ഹലോ ഫ്രണ്ട്സ്, ബാക്ക് ടു ചാനൽ ആത്മച്ചോട്ട. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിനായിട്ടാണ്. അപ്പോൾ GTA 5 ആണ്. നമ്മുടെ ചോപ്പിനെയും കൊണ്ട് നമ്മൾ കുറേ മാസങ്ങളായി കറങ്ങാൻ പോയിട്ട്. അപ്പോൾ ചോപ്പിനെയും കൊണ്ട് നമുക്ക് മൗണ്ട് ചില്ലേഡ് വരെ ഒന്ന് പോകണം. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ ചോപ്പിനെയും കൊണ്ട് മൗണ്ട് ചില്ലേഡ് വരെ പോവാം. അപ്പോൾ ചോപ്പിനെ കൊണ്ടുപോകുന്നത് ഈ വണ്ടിയിലാണ്. എവിടെയെങ്കിലും വെച്ച് നമ്മളെ വലിയ ഓഫ് റോഡിൻ്റെ ഒക്കെ വണ്ടി കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ആ വണ്ടി എടുത്തിട്ടായിരിക്കും പിന്നെ പോവാട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ചോപ്പിനെ നമ്മളിപ്പോൾ നമ്മളെ വണ്ടി കയറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ചോപ്പിനെ കയറ്റിയിട്ടുണ്ട്. നമുക്ക് നേരെ മൗണ്ട് ചില്ലേഡിൻ്റെ മാപ്പ് മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെയാണ് നമ്മൾ മൗണ്ട് ചില്ലേഡിൻ്റെ മാപ്പ് ഉണ്ട്. ഇതാണ് മൗണ്ട് ചില്ലേഡിൻ്റെ മാപ്പ്. മൗണ്ട് ചില്ലേഡിൻ്റെ മാപ്പല്ലേ ലൊക്കേഷൻ. അപ്പോൾ നമുക്കിപ്പോൾ ഈ വണ്ടി കൊണ്ട് പോവാം. എന്നിട്ട് വല്ല ഓഫ് റോഡ് വണ്ടി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളല്ല ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് ഞാനൊന്ന് മോഡിഫൈ ചെയ്യണം, പക്ഷേ മോഡിഫൈ ചെയ്യാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒരു $401 മാത്രമേ എൻ്റെ ഉള്ളൂ. ഒന്ന് കളർ പോലും നമ്മുടെ വണ്ടിക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ നമുക്ക് പോവാം. നമുക്ക് ടാക്സി ഡ്രൈവറായിട്ട് അടുത്ത വീഡിയോ വേണമെങ്കിൽ ഞാൻ കളിക്കാം. ടാക്സി ഡ്രൈവർ ഈ ടാക്സി റെൻറ്റിന് എടുത്തിട്ട് നമുക്ക് ഓടിക്കാട്ടോ. ഒരിക്കൽ ചട്ടിട്ടുണ്ട്. അങ്ങനെ ഹെഡ് ഷോട്ട് നോക്കി കൊടുക്കാം. ഓക്കെ, അയ്യോ ആ നിന്റെ ഉണ്ടല്ലോ നീയൊക്കെ ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ആ കേക്ക് തന്നെ വേണം. ഓക്കെ, 1 സ്റ്റാർ പോലീസൊക്കെ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ കുറച്ച് ചീറ്റ് കോഡൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുക. അപ്പം ആദ്യം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 സ്റ്റാർ പോലീസാണ്. അപ്പോൾ നമുക്ക് നാളെ നമ്മൾ ചീറ്റ് എടുത്തിട്ട് WYERUP അടിച്ചാൽ നമുക്ക് നമ്മുടെ സ്റ്റാർ പോയി കിട്ടും. ഇപ്പം എൻ്റെ വണ്ടി മൊത്തമായിട്ട് പൊളിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഇടിച്ച് പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടർട്ടിൽ നിന്ന് അടിച്ചാൽ മതി. ടർട്ടിൽ നിന്ന് അടിച്ചാൽ ഇതൊക്കെ മാറും. ഓക്കെ, പിന്നെ ടൂളപ്പ് നിന്ന് അടിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഗണ്ണൊക്കെ കിട്ടും. ഫുൾ ആർമറൊക്കെ ഉള്ള ഗണ്ണൊക്കെ കിട്ടും. പക്ഷേ കുറച്ച് ഗണ്ണേ കിട്ടുള്ളൂ. കിട്ടാൻ മീൻസ് ഞാൻ കാണിച്ചു തരാം. അല്ല, ഈ ഗണ്ണ് ഇങ്ങനെ കിട്ടും. ഈ പമ്പ് ഷോട്ട് ഗണ്ണ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചാണ്. പിന്നെ നമുക്ക് ടൂളപ്പ് അടിച്ചാൽ നമ്മുടെ ആർമറൊക്കെ കൂടിക്കും. അത് പറയാണ്ട് ഇല്ലാത്ത ഗണ്ണ് കിട്ടും. അസാൾട്ട് റൈഫിൽ അങ്ങനത്തുള്ള ഗണ്ണൊക്കെ കിട്ടുള്ളൂ. BMW ആണ്. പോയില്ല. നമുക്ക് ഇതുവരെയായിട്ടൊരു ഓഫ് റോഡ് വണ്ടി കിട്ടിയിട്ടില്ല കേട്ടോ. ഇതല്ലേ നമ്മുടെ മാർട്ടിൻ മദ്രസയുടെ വീട്. ഇതാണല്ലോ മാർട്ടിൻ മദ്രസയുടെ വീട്. നമുക്ക് ഇവിടെ നിന്ന് കയറാം. മീൻസ് ഇതന്നെ മാർട്ടിൻ മദ്രസയുടെ വീട്. ഓ, ഫ്രണ്ട്സ്, അടുത്ത സെക്യൂരിറ്റി ഒക്കെ കണ്ട നമുക്ക് നമുക്കൊരു അടി കൊടുത്ത് നോക്കാം. ഇത് കൊടുത്ത് നമ്മൾ പൊട്ടനാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ.
വേണ്ട, ഈ ചോപ്പ് നമുക്ക് സൂപ്പർ അടിക്കാം. കാരണം എനിക്ക് പോലീസുകാരായിട്ട് ഫൈറ്റ് എടുക്കാൻ കഴിയില്ല. ചോപ്പ് അവനെ പിടിക്കാൻ വേണ്ടി ചോപ്പ് എവിടെ? ചോപ്പ് വാ വാ, മതി മതി വാ, ഞാൻ വണ്ടി എടുത്തിട്ട് പോവാ. ചോപ്പ് ബഗ്ഗായ. വാ വാ ഫ്രണ്ട്സ്, ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഇപ്പോൾ. ഫ്രണ്ട്സ്, ഇവനെ കൊണ്ട് വല്ല ശല്യമായിപ്പോ. നമുക്ക് റിട്ടേൺ ചെയ്യാം. നമുക്ക് നേരെ നമ്മളെ വണ്ടിയിലോട്ട് പോവാം. സ്റ്റോപ്പിന് കയറാൻ പറ്റില്ല, കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. നേരെ നമ്മളെ വണ്ടി എടുത്തിട്ട് തന്നെ പോവാം. ഇതുവരെയായിട്ടൊരു ഓഫ് റോഡിൻ്റെ വണ്ടി കിട്ടിയിട്ടില്ല കേട്ടോ. ഷോപ്പ് കയറിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, പിന്നെ ഞാൻ ഈ ഗെയിം കളിക്കുന്നത് ജോയിസ്റ്റിക്കിലാട്ടോ. അത് ഫ്രണ്ട്സ് ഓഫ് റോഡ് വണ്ടി. നമുക്ക് ഇതിനെ ഈ വണ്ടി കൊണ്ട് നമുക്ക് ചോപ്പ് കയറ്. പിന്നെ നമ്മുടെ വണ്ടി നമുക്ക് സൈഡിലോട്ട് ഒന്ന് ഇടാട്ടാ, കയറ്റിയിടാട്ടാ വണ്ടി. കാരണം വഴി ബ്ലോക്ക് ആവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ വണ്ടി ആരെങ്കിലും അടിച്ചോണ്ട് റോഡിൽ കിടക്കണ വണ്ടിക്ക് ഇപ്പം സൈഡല്ലേ, നമുക്ക് ലോക്ക് ചെയ്തൊക്കെ ഇടാം. ലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ആ സൈഡിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടില്ല ഫ്രണ്ട്സ്. വേറെ വണ്ടി ചോപ്പ് കയറി ചോപ്പേ ചോപ്പേ. നമ്മളെ കൊണ്ട് ശല്യം നോക്കുക, റോട്ടിൽ കൂടെ വണ്ടി എടുക്കാനും പറ്റില്ല. പിന്നെ ഒരു 1 കിലോമീറ്റർ സിന്നും ഉണ്ട് കേട്ടോ. മൈൽസ് പെർ അവർ. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിക്കൊന്നും പറ്റിയില്ല, പക്ഷെ ഇപ്പോൾ പറ്റിയില്ല. നമ്മുടെ വണ്ടിയോട് ലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ സൈഡിൽ നിന്ന് കയറി തരാം. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്കിപ്പോൾ സബ്സ്ക്രൈബിങ്ങൊന്നും അധികം കിട്ടുന്നില്ല, ലൈക്കും കിട്ടുന്നില്ല. ഇപ്പം സാധാരണ പോയിട്ട് ഞാൻ കുറേ മാസമായി, 1 മാസത്തോളമായി, 1-2 മാസത്തോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. സോറി ഫ്രണ്ട്സ്, ഇന്ന് മുതൽ വീഡിയോ വരുന്നതാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ വെറുതെ ഇത്രയും കഷ്ടപ്പെടണ്ടായിരുന്നു. വേഗം കിടക്കുന്നു നമ്മൾ അതേ വണ്ടി തന്നെ. ഞാൻ കഷ്ടപ്പെട്ടു, എന്നാലും കുഴപ്പമില്ല. ശരിയായി തന്നെ നമുക്ക് ഈ വണ്ടി തന്നെ പോവാട്ടോ. കാരണം വേറെ ട്രാക്ക് അടുത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മൈക്കിളിനെയോ അതോ ജിമ്മിനോ ലാമറിനോ കാറിനെങ്കിലും വിളിച്ച് നമുക്ക് ഒരു ഇത് ഇതേപോലെ തന്നെ അവിനൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആളെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മൗണ്ടിൻ്റെ അവിടെ കയറാം.
നമ്മളെ വണ്ടി സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. അത് 68 ആണ്. അല്ല മതി അമ്മമാർ. നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോ ടാക്സി ഡ്രൈവറിൻ്റെ വീഡിയോ വേണോ അതോ ഇതിൻ്റെ ഇത് നമ്മളെ മൈക്കിളിൻ ഡ്രൈവറിനോ? ട്രാവൽ ഇലവൻസ് എൻ്റെ ഇപ്പോൾ അൺലോക്ക് അല്ല ഡ്രൈവർ. അപ്പോൾ നമ്മൾ ജിമ്മിയോ ലാമ്പറിനൊക്കെ കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോവാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോകട്ടാ. ഇത് കുറച്ച് ഓഫ് റോഡാട്ടാ, അതുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ഓക്കെ, എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ചെറിയ ഇത് തിരിച്ചാണ്. നമ്മൾ കുറച്ച് ശാന്തനാവണം, അല്ലെങ്കിൽ എല്ലാത്തിനും ഇടിച്ചുകൊണ്ട് പോകും. നമുക്ക് നല്ല സൈഡിലോട്ട് ഇടാം. ഓക്കെ, സെറ്റാണ് ഫ്രണ്ട്സ് നമ്മുടെ വഴി മൊത്തം. കണ്ടോ, സെറ്റാണ്. അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല, സെറ്റാണ്. നമുക്ക് ഈ ഓഫ് റോഡ് നമ്മൾ കയറിയിട്ടുണ്ട്. അതിൽ 4 പ്രാവശ്യമൊക്കെ നമ്മൾ വന്നിട്ടുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ കമൻ്റൊക്കെ ചെയ്യട്ടെ. എനിക്ക് കമൻറ്റും കിട്ടാറില്ല, ലൈക്കും സബ്സ്ക്രൈബൊന്നും കിട്ടാറില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതിന് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം എനിക്ക് ഇടാൻ പറ്റില്ല. എൻ്റെ എന്താ പറയുക, എനിക്ക് ചെറിയൊരു എൻ്റെ വെക്കാൻ വേണ്ടി കംപ്ലൈൻ്റൊക്കെ പറ്റി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ട്സ്, ഇവന് മറ്റേവൻ നമ്മൾ നോക്കുമ്പോൾ അവൻ മര്യാദയ്ക്ക് നിന്നു, ഇവന് മാത്രം മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ല ഫ്രണ്ട്സ്. അതെന്താ അത്ര പ്രശ്നമാണ്? നമ്മൾ മൗണ്ടിലെന്ന് റൂട്ട് എത്തിയിട്ടില്ല കേട്ടോ. വണ്ടി അങ്ങോട്ട് വിടാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടിച്ചു, അതാണ് പ്രശ്നമായത്. ആ ഇടിച്ചപ്പോൾ തന്നെ നമ്മൾ ആ സ്പീഡായതുകൊണ്ട് മറിഞ്ഞു പോകണം കേട്ടോ. നമുക്ക് ഇടിക്കൊന്നും നല്ല ഫോണടില്ല. മാറ്റാ എന്താ അഹങ്കാരം നോക്കാന്? ഞാൻ ഫോൺ അടിച്ച് തന്നെ പോകും. ആ വണ്ടി നമ്മളെ വണ്ടി നമുക്കൊന്ന് റിവേഴ്സ് എടുത്തിട്ട് എടുക്കാം. നമ്മൾ ഇവിടുന്ന് സ്ലോ ആക്കിയില്ലേ, അതാണ് പ്രശ്നം. കയറുന്നുണ്ട്, പതുക്കെ കയറുന്നുണ്ട് വണ്ടി. അവനപ്പോഴത്തേനും അവിടെ എത്തിയ ഇങ്ങനെ പോയി പറ്റില്ല. നമുക്ക് നേരെ നമ്മുടെ റിവേഴ്സ് എടുത്ത് നല്ല സ്പീഡിൽ കയറട്ടെ. ഒന്നുകൂടെ സ്പീഡിൽ നമുക്ക് എടുക്കാം. അയ്യോ, സംശയം മൂഞ്ചി പോയതാണ് നമ്മുടെ സംശയം. വണ്ടി റിവേഴ്സ് വലിക്കുന്നില്ല. നമുക്ക് ഒന്നും കൂടി എടുക്കേണ്ടത് എന്ന് തോന്നുന്നുണ്ട്.
ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താണ്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ശരിയാക്കി എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്ന് ശരിയായി. അല്ല ഫ്രണ്ട്സ്, നമുക്ക് ഈ ആ ഒരു വഴി ഉണ്ടല്ലോ, ആ വഴി കൂടെ നമുക്ക് വരാം, അല്ലാണ്ട് പറ്റില്ല. അങ്ങനെ സ്പീഡും കുറച്ച് ഞാൻ അധികം ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ഈ വഴിയൊക്കെ നമ്മൾ ഇതാണ്. ഏതാ വഴി ഏതാണ്? അതിനെക്കാട്ടും വലിയ കുത്തി കയറുന്ന വഴിയാണിത്. കയറാൻ പറ്റുന്നതാണ് കയറുന്നത്. നമുക്കിങ്ങനെ ഫിക്സായ രീതിയിൽ ഓടിച്ചെടുക്കാം. നമുക്ക് കയറുമോ? ഓക്കെ, പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കയറുന്നത് തന്നെ ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് ശ്രദ്ധിച്ചില്ല, ആ പ്രശ്നം വരും. ഇതൊക്കെ കയറായിരിക്കും. ഈ വണ്ടി എന്ത് വണ്ടിയാണ്? ഓഫ് റോഡിനായിട്ട് എടുത്ത വണ്ടി ഇപ്പോൾ കയറുന്ന പോലും ഇല്ല. ആരും കയറുന്നുണ്ട്, കയറിപ്പോ. ഇനി കയറ്റം കിടക്കുന്നുള്ളൂ. എങ്ങനെ വലിക്കുന്നുണ്ടോ? ചോപ്പുണ്ട് വന്നിട്ടാണ്. ഈ വഴിയാണ് ചെറിയൊരു പ്രശ്നം. കുഴപ്പമില്ലാണ്ട് കയറി പോയി. ഭാഗ്യം, അത്ര തന്നെ പറയാം, ഭാഗ്യം. ഈ വഴി എന്ത് ചെയ്യുമ്പോൾ വീട് കുഴപ്പമില്ല. അയ്യോ, മറിയല് മറിയരുത്. ചെറിയ ഓഫ് റോഡൊക്കെ പോണ വണ്ടിയാന്ന് തോന്നുന്നു. ഇതൊന്നും വണ്ടി കയറുന്ന പോലില്ല. അവിടെയൊക്കെ വെച്ച് നമ്മൾ ഫിക്സായ രീതിയിലും അതും ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ വണ്ടി കയറുന്നത്. സ്റ്റോപ്പ് നമുക്കിവിടെ കുറച്ച് നേരം വണ്ടി നിർത്താം. കുറച്ച് നേരം വണ്ടി നിർത്താം. ഓക്കെ, നമുക്ക് വണ്ടിയുടെ മുകളിൽ ഒന്ന് കയറി നിൽക്കാം. സ്റ്റോപ്പ് നീ അവിടെ നിന്നോ? മനസ്സിലായി ഫ്രണ്ട്സ്, നമുക്ക് പോവാം. നമുക്ക് വേഗം എത്തേണ്ടതാണ്. സക്സസ്ഫുൾ ആയിട്ടില്ല. ഇങ്ങനെ കിടക്കാണ് വഴി. ഇതല്ലേ നമ്മൾ ഹോണടിച്ചിട്ട് ഇത് മാറിത്തടേ. പോണേ, നമ്മൾ ഹോണടിച്ചിട്ട് മാറിത്തരാൻ നമുക്ക് ആ ഒരു ലൈനില്ലേ, ആ ലൈനിൽ നമുക്ക് കയറാം. അങ്ങനെയുള്ള ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് വരുമ്പോൾ നമുക്ക് ആ ലൈനിൽ കയറാം. ഓക്കെ,
കയറി. അങ്ങനെ നമ്മൾ മൗണ്ട് ചില്ലയിൽ കയറിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെ ചോപ്പിനെ കൊണ്ട് നമ്മൾ മൗണ്ട് ചില്ലയിൽ കയറിയിട്ടുണ്ട്.